ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിർമ്മല തൻ്റെ മകനെയും കൊണ്ടാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് എന്ന സത്യം മനസ്സിലാക്കാത്ത ഹോസ്പിറ്റലിലോട്ട് പോകുന്നു കേട്ടോ. അങ്ങനെ അവിടെ ചെല്ലുമ്പോഴാണ് ഇനി നിർമ്മല കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് കേട്ടോ. നിർമ്മല ആകെ ഞെട്ടിപ്പോവാണ്. തൻ്റെ മകനാണ് ഈ നിൽക്കുന്നതെന്നും അതുപോലെ തന്നെ പാറുവാണ് അമ്മയെന്നും എന്ന സത്യം മനസ്സിലാക്കുകയാണ് കേട്ടോ. ഇതേ സമയം പാറുവിൻ്റെ ആ ഫോട്ടോ, ആ പേഴ്സ് താഴെ വീഴുന്ന അതിനെക്കുറിച്ച് മുമ്പ് റിവ്യൂ പറഞ്ഞിരുന്നല്ലോ, കുറച്ച് മുന്നേ ഇട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ പാറുവിൻ്റെ ആ ഫോട്ടോവും ഗൗതമിൻ്റെ ഫോട്ടോവും ഒപ്പം നിൽക്കുന്നത് കാണുമ്പോൾ നിർമ്മല ആകെ ഞെട്ടിപ്പോവാനിട്ടാ. ഇതേ സമയം ഗൗതം മരുന്ന് വാങ്ങി തിരികെ വന്നതായിരിക്കും. അങ്ങനെ ഗൗതം എന്താ നിങ്ങൾക്ക് പറ്റിയത്, നിങ്ങൾ ഇതുവരെ കണ്ണൊന്നും നിറഞ്ഞിരുന്നില്ലല്ലോ, ഇപ്പം എന്താ നിങ്ങളുടെ മുഖത്തൊരു ടെൻഷൻ പോലെ എന്ന് പറയുമ്പോൾ അത് മോനെ എന്ന് പറഞ്ഞിട്ടിങ്ങനെ അവരിങ്ങനെ തൊടാൻ ഒരുങ്ങണം കേട്ടോ നിർമ്മല. അപ്പോൾ നിർമ്മലക്ക് തോന്നുന്നുണ്ട് തൊടരുത്, അവനെന്താ തോന്നുക എന്ന ഭാവത്തിൽ ഇങ്ങനെ കൈ തിരികെ എടുക്കണം. എന്നിട്ട് ആ ഓർഫനേജിൽ നിന്ന് ആ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, അതായത് നിങ്ങളുടെ മകൻ ഈ പറയുന്ന ഗൗതമാണ് കൊണ്ടുപോയിരിക്കുന്നത്, പാറുവാണെന്ന സത്യം അതിങ്ങനെ മനസ്സിൽ അലട്ടി വരികയാണ് കേട്ടോ. അപ്പോൾ എന്തിനാണ് നിങ്ങൾ കരയുന്ന കാര്യം പറ, നിങ്ങളെൻ്റെ ജീവൻ രക്ഷിക്കുകയാണ് ചെയ്തത്, നിങ്ങളൊരു നല്ല പ്രവൃത്തിയല്ലേ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആയിരിക്കാം. പക്ഷേ ഞാൻ നിന്നോട് പറയുന്നത്, ഞാൻ കരയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് ഇതുപോലെ ഒരു കുഞ്ഞുണ്ടായിരുന്നു. കാരണം ഞാൻ അവനെ എനിക്ക് നഷ്ടമായി എന്ന് പറയണ്ട. അത് കേൾക്കുന്ന ഗൗതം ചോദിക്കുക, അവനെ എങ്ങനെ നഷ്ടപ്പെടാൻ കാരണം ഈ അമ്മ തന്നെയാണ്, അവനെ ഉപേക്ഷിച്ചിട്ട് ഞാൻ പോയതാണെന്ന് പറയണ്ട. ഇത് കേട്ട ഉടനെ ഗൗതം ആകെ ഞെട്ടിപ്പോകണം കേട്ടോ. എന്നിട്ട് നിർമ്മല പറയണേ, ഗൗതം നിന്നെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മകൻ്റെ ആ ഒരു ഇത് തോന്നി. ഏകദേശം ഇപ്പോൾ എൻ്റെ മകൻ ഈ ഒരു അവസ്ഥയിലായിരിക്കും, ഈ ഒരു പ്രായത്തിലായിരിക്കും. എനിക്ക് നിന്നെ ഒന്ന് കൈവയ്ക്കണമെന്നുണ്ട്, നിൻ്റെ നെഞ്ചിലൊന്ന് ചാരണമെന്നുണ്ട്, നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്നുണ്ട്. അതിന് നിങ്ങൾക്ക് വിരോധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് വിരോധം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നെ ചെയ്യാമെന്ന് പറയണ്ട. അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ ഗൗതമിൻ്റെ നെഞ്ചിലോട്ട് അവർ പൊട്ടിക്കരയാനായിട്ട് ഇങ്ങനെ കിടന്ന് കരയുന്നത് കാണുമ്പോൾ ഗൗതമിന് വല്ലാത്തൊരു സങ്കടം തോന്നുകയാണ്. അങ്ങനെ ഗൗതമിൻ്റെ കവളിൽ ഇങ്ങനെ തലോടുകയാണ്. ആ അമ്മയുടെ ആ വാത്സല്യം മുഴുവൻ ഗൗതമിന് ആ നിമിഷം അവരങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ ഗൗതം പറയണേ, നിങ്ങളിങ്ങനെ സങ്കടപ്പെടേണ്ടത്, നിങ്ങളുടെ അന്നത്തെ അവസ്ഥ അങ്ങനെയായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ ഗൗതം പറയാനിട്ട്. അപ്പോൾ അവർ പറയണം, മോനെ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്നെ അമ്മ എന്നൊരു വിളി വിളിക്കുമോ? അത് വിളിച്ചാൽ വല്ലാത്തൊരു മനസ്സിനൊരു ആശ്വാസമാണ്, ആ വിളി എനിക്ക് കേൾക്കാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ, അതിനെന്താ അമ്മേ, ഞാൻ അമ്മ എന്ന് തന്നെ വിളിക്കാം. എനിക്ക് നിങ്ങളെ കാണുമ്പോൾ എൻ്റെ പാറുവിനെ പോലെയാണ് തോന്നുന്നത്, പാറുവിൻ്റെ ആ ഒരു ഫീലാണ് എനിക്ക് നിങ്ങളിൽ നിന്ന് കിട്ടുന്നതെന്ന് പറയുമ്പോൾ ഉടനെ വല്ലാത്തൊരു മനസ്സിന് ആനന്ദം കിട്ടുകയാണ് കേട്ടോ. ഈ ഒരു വാക്കുകൾ വല്ലാത്തൊരു സന്തോഷം തന്നെ തോന്നുകയാണ്. അപ്പോൾ ഉടൻ തന്നെ നിനക്ക് നിൻ്റെ പാറു എന്ന് പറയുന്നത് എൻ്റെ അമ്മയല്ലേ, അപ്പം നീ എന്നെ അമ്മയെന്ന് വിളിച്ചെങ്കിൽ അത്രയും നന്നായിരുന്നു എന്ന് പറഞ്ഞ ഉടനെ അമ്മ എന്ന് ഗൗതം വിളിക്കാനായിട്ട്. ആ വാക്കുകൾ കേൾക്കുമ്പോൾ അവരുടെ കണ്ണ് നിറഞ്ഞൊഴുകയാണ്. ഇനി നിങ്ങൾക്ക് സങ്കടപ്പെടേണ്ട, നിങ്ങൾ എന്നെ മകനായി കണ്ടോളൂ, അതിലെനിക്ക് യാതൊരു കുറ്റവുമില്ല, നിങ്ങൾ എന്നെ മകനായി തന്നെ കണ്ടോളൂ, എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഗൗതം എന്ത് ചെയ്യുന്നു, നമുക്കിനി പോവാം, എൻ്റെ വണ്ടി നേരാക്കാൻ കൊടുത്തിട്ടുണ്ടല്ലോ, അങ്ങോട്ടേക്ക് ടാക്സി വിളിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് ഗൗതമും ആ നിർമ്മലയും കൂടി ഒരുമിച്ചിരിക്കാനായിട്ട്. സ്വന്തം അമ്മയാണെന്നറിയാതെ ഗൗതം സ്വന്തം അമ്മയെ പോലെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ യാത്ര പോകുന്നതിനിടയ്ക്ക് നിർമ്മലയാണെങ്കിലോ ഗൗതമിനെ കൺവെട്ടാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ഗൗതം കണ്ണു വെട്ടിക്കുമ്പോൾ കാണുന്ന കാഴ്ച നിർമ്മല തന്നെ കണ്ണെടുക്കാതെ നോക്കുന്നതായിരിക്കുമല്ലോ. ഇത് കാണുന്നതിനോടുകൂടി ഗൗതം ചോദിക്കുകയാണ്, അല്ല ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളെന്തിനാ എന്നെ ഇങ്ങനെ കൺവെട്ടാതെ നോക്കുന്നത് മോനെ, നിനക്കതൊരു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്കെൻ്റെ മകനെ പോലെ തോന്നിയത് കൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്, നീ എൻ്റെ മകനായെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് നഷ്ടപ്പെട്ട മകൻ ഇന്ന് എവിടെയെന്ന് പോലെ എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ഉടനെ ഗൗതം പറയണം, നഷ്ടപ്പെട്ടു പോയ മകൻ ഞാൻ തന്നെയാണെന്ന് കരുതിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ആ അമ്മയുടെ നെഞ്ചിലിങ്ങനെ ചാരി യാത്രയാവാനായിട്ട്. അപ്പോൾ അവർക്കും അതൊരു സന്തോഷമാണ്. അങ്ങനെ നിർമ്മല വളരെ സന്തോഷത്തോടു കൂടിയിട്ട് തൻ്റെ മകനെ കൺമുന്നിൽ എനിക്ക് കണ്ണിറയെ കാണാനും കണ്ണിറയെ ഒരു അമ്മയുടെ വാത്സല്യം കൊടുക്കാനും തനിക്ക് കഴിഞ്ഞല്ലോ, അവൻ്റെ വായ കൊണ്ട് തന്നെ അമ്മ എന്ന വിളി കേൾക്കാനും തനിക്ക് കഴിഞ്ഞല്ലോ എന്ന ഭാവത്തോടു കൂടി ഗൗതം തൻ്റെ നെറ്റിയിൽ ഒരു കെട്ടൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ യാത്രയാവണം തൻ്റെ വണ്ടിയുടെ അരികിലോട്ട്. അപ്പോഴാണ് ഗോപിയും പാറും ഇങ്ങനെ യാത്രയാവുന്നിട്ട് അവർ ആ വഴി വരികയാണ്. അപ്പോൾ ഗോപി പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് ഗൗതമിനെ ഒന്ന് വിളിക്കണം, നമുക്ക് അമ്പലത്തിലോട്ടൊന്ന് പോകണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, എന്തായാലും ഇപ്പോൾ വീട്ടിലെ അന്തരീക്ഷമൊക്കെ നല്ല അന്തരീക്ഷമാണ്, ഞാൻ നിധിയെ പുറത്തിറങ്ങാത്തതിൻ്റെ കള്ളി നിധിയെ പുറത്തിറക്കിയാൽ ശരിയാവില്ല, കാരണം നിധിയെ പുറത്തിറക്കി കഴിഞ്ഞാൽ അവൾ നിർമ്മലയെക്കുറിച്ച് അന്വേഷിക്കും, അതുകൊണ്ട് ഇനി കുറച്ച് കാലം അവൾ ഇന്ന് കിച്ചൻ ഡ്യൂട്ടി ഏറ്റെടുക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ, അതിലൊന്നും കുഴപ്പമില്ലടോ, താൻ തൻ്റെ ഇഷ്ടം പോലെയൊക്കെ ചെയ്യുക എന്ന് പറയാനായിട്ടാണ്.
അങ്ങനെ ഈ സമയം ഇത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാവുകയാണ് ഇങ്ങനെ ഗോപിക്ക് പാറുവിന്. അങ്ങനെ അവരിങ്ങനെ യാത്രയാവുന്ന ഇടയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ പാറുവിൻ്റെ കണ്ണിൽ ഈ ഒരു വണ്ടി കാണട്ടോ. ഈ വണ്ടി കാണുന്നതിനോടുകൂടി ഇത് നമ്മുടെ ഗൗതമിൻ്റെ വണ്ടിയല്ലേ, ഇതെന്താ മരത്തിലിടിച്ച് കിടക്കുന്നത്, നമ്മുടെ ഗൗതമിന് എന്തോ പറ്റിയിട്ടുണ്ട് എന്ന് പാറു പറയുമ്പോൾ ശരിയാണല്ലോ നീ പറയുന്നത്, നമ്മുടെ ഗൗതമിന് എന്തോ പറ്റിയിട്ടുണ്ട്, വാ എന്ന് പറഞ്ഞ് അവർ ഓടി വരാനേട്ടോ. ഇതേ സമയം അവർ ആ വണ്ടിയുടെ അരികിലോട്ട് എത്തുന്ന സമയത്ത് പെട്ടെന്നൊരു ടാക്സി വന്ന് നിൽക്കുന്നു. ആ ടാക്സി കണ്ട ഇവരവിടെ സ്റ്റോപ്പ് ആവുകയാണ്, ആകെ സ്റ്റെക്ക് ആവുകയാണ്. അപ്പോൾ ഈ സമയം ആ ടാക്സിയിൽ നിന്ന് ഇറങ്ങുന്ന ഗൗതമായിരിക്കും. ഗൗതമിൻ്റെ തലയിൽ ഒരു നെറ്റിയിൽ ഒരു കെട്ടൊക്കെ കാണുന്നു. പാറു പറയും, എൻ്റെ മോൻ എന്ത് പറ്റി ബേട്ടാ, എൻ്റെ മോൻ എന്ത് പറ്റി എന്ന് പറഞ്ഞ് ഒന്നുകൂടി കാലം മുന്നോട്ട് വെക്കുന്ന സമയത്ത് ആ വണ്ടിയിൽ നിന്ന് ഒരു സ്ത്രീ ഇറങ്ങുന്നു കേട്ടോ. ആ സ്ത്രീ ആരെന്ന് കാണാൻ ഇങ്ങനെ ഒരു മാറി നിന്ന് നോക്കുമ്പോൾ തന്നെ പേടിപ്പെടുത്തുന്ന, താൻ ഇത്രയും നാളും ഭീഷണിയിൽ മുഴങ്ങിക്കിടക്കുന്ന ആ ഒരു സത്യം അവർ മനസ്സിലാക്കണം. തൻ്റെ മനസ്സിൻ്റെ ഉറക്കം കെടുത്തിയ ആ ഒരു സ്വപ്നമല്ല, യാഥാർത്ഥ്യം തൻ്റെ മുന്നിൽ കാണണം. നിർമ്മല, ഗോപിയേട്ടാ നിർമ്മല എന്ന് പറയട്ടോ. അയ്യോ നിർമ്മല എന്ന് ഗോപിയും തിരിച്ച് പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും നെഞ്ചത്തോട്ട് കൈവച്ച് കരയാനിട്ടോ. അയ്യോ നിർമ്മല, അയ്യോ നിർമ്മല എന്ന് പറയുന്ന സമയത്ത് ഉടൻ തന്നെ ഗോപി പറയണം, വാ നമുക്ക് പോവാം എന്ന് പറയട്ടോ. എന്നാൽ ഈ സമയം ഗൗതം അവരോട് നല്ല സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി സംസാരിക്കുന്നത് കാണുമ്പോൾ, ഗോപിയേട്ടാ നിർമ്മലയല്ലേ അത് എന്ന് ചോദിക്കുമ്പോൾ ഗോപി പറയണേ തീർച്ചയായും എന്ന് പറയണേ. ഇതേ സമയം എൻ്റെ മകൻ നിർമ്മലക്കൊപ്പം വാ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം എന്ന് പറയുമ്പോൾ ഗോപി പറയണേ, ഏയ് നീ അത് ചെയ്യല്ലേ, പിന്നെ അവനും അവളും എങ്ങനെ കണ്ടുമുട്ടി, ഗോപിയേട്ടാ നമ്മൾ എന്ത് പേടിച്ചോ ആ പേടിച്ചത് തന്നെ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഗോപിയെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ ഇവിടെ നിർമ്മലയാണെങ്കിലോ മരുന്നും ലിസ്റ്റൊക്കെ ഗൗതമിന് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഗൗതം പറയണേ, നിങ്ങൾ യാതൊരു വിധത്തിലും സങ്കടപ്പെടേണ്ട, ഇതെൻ്റെ ID കാർഡാണ്, ഇത് വെച്ചോളൂ, ഏത് സമയത്ത് നിങ്ങൾക്ക് എന്നെ കാണണമെന്നോ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെന്നോ തോന്നിക്കഴിഞ്ഞാൽ ഇതിൽ എന്നെ വിളിച്ചാൽ മതി. കാരണം എൻ്റെ ജീവൻ നിങ്ങൾ കാരണമാണ് രക്ഷപ്പെട്ടത്. ഈ ആക്സിഡൻറ്റ് നടന്ന സമയത്ത് നിങ്ങൾ എന്നെ ഈ അമ്മ എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ല എങ്കിൽ, അമ്മ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവൻ ഇന്ന് പോയിരുന്നു, രക്തം മാർന്ന് ഞാൻ മരിച്ചിരുന്നു, തലയിൽ നിന്ന് രക്തം ഇങ്ങനെ നിൽക്കാതെ വന്നിരുന്നെങ്കിൽ എനിക്കിന്ന് ജീവനില്ലായിരുന്നു. ഈ അമ്മയെ കാണാനും എൻ്റെ പാറുവിൻ്റെ അരികിലോട്ട് എത്താനും എൻ്റെ ഭാര്യയുടെ അടുത്തോട്ടെത്താൻ ഈ അമ്മയാണ് കാരണം. അതിന് ഈ അമ്മയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ ഒത്തിരി സന്തോഷമാവാണ് കേട്ടോ. അങ്ങനെ നിർമ്മലയ്ക്ക് തൻ്റെ മകനെ കിട്ടിയ ആ ഒരു സന്തോഷമുണ്ടല്ലോ, ആ ഒരു ആനന്ദമുണ്ടല്ലോ, പറയാൻ വാക്കുകളില്ല. അത്രയും സന്തോഷത്തോടു കൂടി നിർമ്മല അവിടെ നിന്നും ഇങ്ങനെ തൻ്റെ മകനെ കൺവെട്ടാതെ തിരിഞ്ഞ് നോക്കുമ്പോൾ ഗൗതമിനാണെങ്കിൽ പറയാൻ വാക്കുകളില്ല. അപ്പം മോനെ നീ ശ്രദ്ധിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെ ദൈവത്തിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചും കൊണ്ട് നിർമ്മല പോവാണ്. എനിക്ക് എൻ്റെ മകനെ കാണാൻ പറ്റി, എൻ്റെ ദൈവം ഇത്ര പെട്ടെന്ന് എൻ്റെ മകനെ എൻ്റെ കൺമുന്നിൽ കണ്ടെത്തി, എൻ്റെ കൺമുന്നിൽ തന്നെ തന്നല്ലോ, ഇനി എൻ്റെ മകനെ എനിക്ക് സ്വന്തമാക്കാൻ കഴിയുമോ? ഇല്ല, അതൊരിക്കലും ചെയ്യാൻ പാടില്ല. പാറു എൻ്റെ കൂട്ടുകാരിയാണ്, അവൾ എൻ്റെ മകനെ ഒരിക്കലും ഒരു അനാഥാലയത്തിൽ ഇട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നിർമ്മല പോകുമ്പോൾ പാറു ഗോപിയെ കെട്ടിപ്പിടിച്ച് കരയാനേട്ടാ. നമ്മൾ എന്ത് പേടിച്ചോ ആ പേടിച്ചത് തന്നെ ഗോപിയേട്ടാ ഇനി സംഭവിച്ചില്ല, നമ്മൾ ആരോട് പറയും, എന്ത് ചെയ്യും, നമ്മൾ ഇനി എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് പൊട്ടി കരയുന്ന സമയത്ത്, നീ സമാധാനപ്പെട്, അവൾ നമ്മളെ കണ്ടിട്ടില്ലല്ലോ, ഒരിക്കലും നമ്മുടെ ഗൗതമിനെ അറിയില്ലല്ലോ, ഗൗതമിൻ്റെ അമ്മ യഥാർത്ഥ അമ്മ അവരാണെന്നുള്ളത് എന്തായാലും അത് അറിയില്ലല്ലോ. അറിയും ഗോപിയേട്ടാ, എൻ്റെ മനസ്സിൽ ആ സ്വാമി വന്ന് പറഞ്ഞത്, അർദ്ധരാത്രി എൻ്റെ സ്വപ്നത്തിൽ അവർ വന്ന് പറഞ്ഞത് അത് നടക്കുന്നു, യാഥാർത്ഥ്യമാവുന്നു, സത്യം തന്നെയല്ലേ ഇപ്പോൾ എന്താ ഉണ്ടായത്, അവർ പറഞ്ഞത് എത്രയോ സത്യമാണ് എന്ന് പറഞ്ഞ് പൊട്ടിക്ക പാറു കരയുമ്പോൾ, നീ സമാധാനപ്പെട്, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, സ്വപ്നത്തിൽ എന്തെങ്കിലും കണ്ടത് ആർക്കെങ്കിലും ഇന്ന് വരെ യാഥാർത്ഥ്യമായിട്ടുണ്ടോ? എന്നാൽ എനിക്കതായില്ലേ, 2 നാൾ ആവുമ്പോഴേക്കും എൻ്റെ മുന്നിലോട്ട് അവരെത്തിയില്ലേ, നിർമ്മല എത്തിയില്ലേ, ഞാൻ ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചു. ഇനി നമ്മുടെ ജീവിതം എന്ത്, ഇനി നമ്മുടെ ഗൗതം നമ്മുടെ നേർക്ക് വിരൽ ചൂണ്ടുമ്പോൾ നമ്മൾ എന്ത് മറുപടി കൊടുക്കും, ഞാൻ അവൻ്റെ പെറ്റമ്മയില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ തകർത്ത് പോവില്ലേ എന്നൊക്കെ പറയുന്ന ആ ഒരു സീനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ ഇതാണ് വരാനിരിക്കുന്നത്.